ഇതിനെ ഏൽപ്പിച്ച ഒരു കാട്ടുപന്നി. ആ കാട്ടുപന്നി ഓടി ഇതിലെ കടന്നു പോയിട്ടുണ്ട്. അത് എങ്ങോട്ടാണ് പോയത്? അതിനെ കണ്ടോ? സത്യബോധം കുടുങ്ങി. എന്താ പ്രശ്നം? എന്ത് മറുപടിയാണ് പറയുന്നത്? കാട്ടുപന്നിയെ കണ്ടോ എന്ന ചോദ്യത്തിന് കണ്ടു എന്നുള്ളത് സത്യമാണ്. കണ്ടു എന്ന് മറുപടി പറഞ്ഞാൽ ഇതിനെ കാണിച്ചു കൊടുക്കുക, ഇതൊരു ലൈബ്രറി ഉണ്ട് എന്ന് പറയണം, അതാണ് സത്യം. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കാട്ടുപന്നിയെ കാട്ടാള് പിടികൊണ്ട് പോയി. കണ്ടില്ല എന്ന് പറഞ്ഞാലോ? കണ്ടില്ല എന്ന് പറഞ്ഞാൽ കള്ളമാണ്. തന്റെ ഇതുവരെയുള്ള ഇത്രയും കാലങ്ങൾ താൻ ആർജിച്ചുള്ള സത്യമുള്ള ഒരൊറ്റ നഷ്ടപ്പെട്ട് കൊടുക്കും. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ടു എന്ന് പറയാൻ പറ്റില്ല, കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്കുമ്പോൾ കാട്ടാളൻ ചോദ്യവുമായി നിൽക്കുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ കാട്ടുപന്നി, ആ കാട്ടുപന്നിയുടെ കണ്ണുകളിൽ പ്രാണന് വേണ്ടിയുള്ള പിടച്ചിലാണ്. ആ കണ്ടു എന്നൊരു വാക്ക് താൻ പറഞ്ഞാൽ അതിന്റെ ജീവനാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു പ്രാണൻ കണിക്കപ്പെടും. ഹിംസയാണ് പറയുന്നത്. കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിന്റെ സത്യബോധമാണ്. അപ്പൊ ഏത് വാക്ക് പറഞ്ഞാലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും കനത്ത അർത്ഥം. ഒന്നുകിൽ സത്യബോധം അവിടെ തീരും, അല്ലെങ്കിൽ അവിടെ അഹിംസ. ഇത്തരം സന്ദർഭത്തിൽ എന്താ ചെയ്യുന്നത്? ഇത്തരം സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള പ്രതിസന്ധി വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആപത്തി കിൽക്കരണീയം. ആപത്തിൽ എന്താണ് കരണീയമായിട്ടുള്ളത്? എന്താണ് കരണീയമായിട്ടുള്ളത്? സ്മരണീയം ചരണയുഗളം അമ്പായ. അമ്പയുടെ, ദേവിയുടെ, അമ്മയുടെ പാദങ്ങളെ സ്മരിക്കുക. ആപതി കിംകരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തത് സ്മരണം കിം ഗുരുതയം. ആ സ്മരണ എന്ത് ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്? ബ്രഹ്മാദികളെ പോലും, വിഷ്ണു മഹേശ്വരന്മാരാണ് ബ്രഹ്മാദികൾ എന്ന് പറയുന്ന ത്രിമൂർത്തികൾ, അഥവാ ഈ പ്രപഞ്ചത്തിന്റെ നിയാമക ശക്തികൾ, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന ഈ പ്രപഞ്ചത്തിന്റെ ക്രിയകളെല്ലാം നിയന്ത്രിക്കുന്ന ശക്തികൾ പോലും നമുക്ക് അധീനമായി